നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് മിലേ സബ്കോ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമിന് എന്തായാലും ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പടേ ലിഖേ ക്യാ ക്യാ ചാഹിയേ. പടേ എന്ന് പറഞ്ഞാല് വായിക്കൂ എന്നാണ്. ലിഖേ എഴുതൂ. ക്യാ ക്യാ എന്ന് പറഞ്ഞാല് എന്തെല്ലാം എന്നാണ് അർത്ഥം വരുന്നത്. ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം. അപ്പൊ താഴെയുള്ളത് വായിച്ച് എന്തെല്ലാം വേണം എന്ന് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം ഒരു വിത്ത് മുളച്ച് അതിലേക്ക് കിളിർത്ത് വരുന്നതാണ്. അതിന് നേരെ മിട്ടി ഓർ ബൂന്ത് എന്ന് എഴുതിയിട്ടുണ്ട്. മിട്ടി എന്ന് പറഞ്ഞാല് മണ്ണാണ്, ബൂന്ത് എന്ന് പറഞ്ഞാല് തുള്ളി, അതായത് വെള്ളത്തുള്ളിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മിട്ടി ഓർ ബൂന്ത് എന്ന് പറഞ്ഞാല് മണ്ണും തുള്ളിയും എന്നാണ്. അപ്പൊ ചെടി മുളയ്ക്കാൻ എന്ത് വേണം? മിട്ടി ഓർ ബൂന്ത് വേണം അല്ലെ. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ള ചിത്രം നോക്കി അതിനു വേണ്ടി എന്തെല്ലാം വേണം എന്നുള്ളത് എഴുതി കൊടുക്കാം. ഇപ്പൊ പൂ വിരിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത്. അതിന് നേരെ ഹവ ഓർ എന്ന് കൊടുത്തിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പൊ ഹവ എന്ന് പറഞ്ഞാല് കാറ്റാണ്. പൂ വിരിയാൻ കാറ്റിന്റെ കൂടെ വേറെ എന്തും കൂടെ വേണം? സൂര്യപ്രകാശം വേണം, വെയില് വേണം അല്ലെ. അപ്പോഴാണ് പൂക്കൾ വളരെ ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുക. അപ്പൊ സൂര്യപ്രകാശത്തിന് ഹിന്ദിയില് ധൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് അവിടെ എഴുതി കൊടുക്കാം. ഇപ്പൊ ധൂപ്പ് എന്നിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പൂ വിരിയാൻ എന്തെല്ലാം വേണം? ഹവ ഓർ ധൂപ്പ്. ഞാൻ വായിക്കുമ്പോൾ എന്റെ കൂടെ നിങ്ങൾ വായിക്കുക. അപ്പൊ ഈ ഇങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. പൂ വിരിയാൻ എന്ത് വേണം? ഹവ ഓർ ധൂപ്പ് അല്ലെ. കാറ്റും സൂര്യപ്രകാശവും വേണം. മൂന്നാമത്തെ ചിത്രം ഒരു പക്ഷി പറക്കുന്നതാണ് തന്നിട്ടുള്ളത്. അതിന് നേരെ പങ്ക് ഓർ എന്ന് ടെക്സ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പറക്കാനായി ചിറകും പിന്നെ എന്താ വേണ്ടത്? ആകാശവും വേണം. ആകാശത്തിന് ഹിന്ദിയിൽ ആസ്മാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? പങ്ക് ഓർ ആസ്മാൻ എന്നാണ്. അപ്പൊ നമുക്കിത് ഒന്നുകൂടെ ഈ 3 ചിത്രം വായിച്ചു നോക്കാം. അപ്പൊ ആദ്യത്തെ ചിത്രത്തില് വിത്ത് മുളയ്ക്കാൻ എന്ത് വേണം? മിട്ടി ഓർ ബൂന്ത് എന്ന് വേണം. അതിന്റെ മലയാളം താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചു വെച്ചാ മതി. ഇനി താഴെ രണ്ടാമത്തെ ചിത്രം ഹവ ഓർ ധൂപ്പ് അല്ലെ. പൂ വിരിയാൻ എന്ത് വേണം? ഹവ ഓർ ധൂപ്പ്. കാറ്റും സൂര്യപ്രകാശവും വേണം. ഇനി അവസാനത്തെ ചിത്രത്തില് പക്ഷിക്ക് പറക്കാനായി എന്ത് വേണം? പങ്ക് ഓർ ആസ്മാൻ. ചിറകും ആകാശവും വേണം. അപ്പൊ നമ്മുടെ മിലേ സബ്കോ എന്ന ചാപ്റ്ററിൽ നിന്ന് ചിത്രം തന്നിട്ട് ഉത്തരം എഴുതാൻ പറഞ്ഞ അതെങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ജോഡേ ഓർ വാക്യ ലിഖേ. ജോഡേ എന്ന് പറഞ്ഞാല് ജോഡിയാക്കൂ എന്നാണ്. വാക്യ ലിഖേ എന്ന് പറഞ്ഞാല് സെന്റൻസ് എഴുതൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ജോഡിയാക്കാനും സെന്റൻസ് എഴുതാനുമാണ്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ഓർഡർ തെറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വായിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ജോഡിയാക്കി മാറ്റണം. അതിനുശേഷം എന്ത് ചെയ്യണം? താഴത്തെ ബോക്സിലേക്ക് സെന്റൻസ് ആക്കി എടുത്തെഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വാക്കുകളുടെ അർത്ഥം അറിയില്ല എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിൽ ആദ്യം തന്നെ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിന്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ജോഡിയും ഓരോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഓരോ വാക്കിന്റെയും അർത്ഥം വായിച്ചു നോക്കാം. അപ്പൊ ഈ അർത്ഥം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹൈലൈറ്റ് ചെയ്ത കളറുകൾ തമ്മിൽ കണക്ട് ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഉത്തരം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ വായിച്ചു നോക്കാം. ഉഗ്നെ എന്ന് പറഞ്ഞാല് മുളയ്ക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്. ഖിൽനെ വിരിയാൻ. പക്കിനെ എന്ന് പറഞ്ഞാല് പാകമാകാൻ. ഉഡിനെ എന്ന് പറഞ്ഞാല് പറക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്. ജീനെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ. പിന്നെ അടുത്ത കോളത്തില് കേലിയെ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വേണ്ടി എന്നാണ്. കേലിയെ എന്നുള്ളതിനർത്ഥം വേണ്ടി എന്നാണ്. ഇനി മൂന്നാമത്തെ കോളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് ജമീൻ എന്നാണ്. ജമീൻ എന്ന് പറഞ്ഞാൽ നിലം എന്നാണ്.
ഇപ്പോൾ ഓരോ വാക്കിന്റെയും അർത്ഥം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വെക്കുക. കാരണം നമുക്ക് താഴെ സെന്റൻസ് ആക്കി എടുത്തെഴുതാനുള്ളതാണ്. ജമീൻ എന്നതിന് താഴെ തോടീസി ആഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. തോടീസി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം വരുന്നത്. ആഗ് എന്ന് പറഞ്ഞാൽ തീ. പിന്നെ മൂന്നാമതായിട്ടുള്ളത് പങ്ക് ഓർ ആസ്മാൻ എന്നാണ്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകാണ്. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ചിറകും ആകാശവും. പിന്നെ നാലാമത്തത് മിട്ടി ഓർ ബൂന്ദ്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. ബൂന്ദ് എന്ന് പറഞ്ഞാൽ തുള്ളി. ഇനി അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ അഞ്ചാമതായിട്ട് ഹവ ഓർ ധൂപ്പ്. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയില്, സൂര്യപ്രകാശം. കാറ്റും വെയിലും. ഇനി നമ്മുടെ നാലാമത്തെ കോളത്തില് ചാഹി എന്ന് എഴുതിയിട്ടുണ്ട്. ചാഹി എന്ന് പറഞ്ഞാൽ വേണമെന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ വാക്കിന്റെയും അർത്ഥം ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിത് ഓരോന്നും എന്ത് ചെയ്യാം? ജോഡിയാക്കി മാറ്റാം. അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കളറുകളിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ വാക്കും വായിക്കുക, അതിന്റെ അർത്ഥവും വായിച്ചു പോവാം. താഴത്തെ ബോക്സിൽ ഓൾറെഡി ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഉഗ്നെ കേലിയെ മിട്ടി ഓർ ബൂന്ദ് ചാഹിയെ. മുളയ്ക്കാൻ വേണ്ടി മണ്ണും തുള്ളിയും വേണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് കേലിയെ വേണ്ടി എന്നുള്ളതും ചാഹിയെ എന്നുള്ളതും ഈ സെന്റൻസുകളിൽ കോമൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ബാക്കിയുള്ളതാണ് നമ്മൾ ജോഡിയാക്കി മാറ്റിയിട്ട് സെന്റൻസ് ആക്കി എടുത്തെഴുതേണ്ടത്. പിന്നെ നമുക്ക് അടുത്ത സെന്റൻസ് ഏതാണ്, അതെങ്ങനെയാണ് ജോഡിയായിട്ട് വരുന്നതെന്ന് നോക്കാം. ഖിൽനി എന്ന് പറഞ്ഞാല് വിരിയാൻ എന്നാണ് അർത്ഥം. അത് ഞാനൊരു ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കോളത്തിലേക്ക് നോക്കിയാലും അതേപോലെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാലും അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിരിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കാറ്റും വെയിലും വേണം. അപ്പൊ ആ സെന്റൻസ് എന്താണ്? ഖിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. പക്നി. പക്നി എന്ന് പറഞ്ഞാല് പാകമാവാൻ. പാകമാവാൻ വേണ്ടി എന്ത് വേണം? കുറച്ച് തീ വേണം അല്ലെ? അപ്പൊ പക്നെ കേലിയെ തോടീസി ആഗ് ചാഹിയെ എന്നുള്ളതാണ് അതിന്റെ ഉത്തരായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് വായിച്ചു നോക്കാം. ഉടനെ. ഉടനെ എന്ന് പറഞ്ഞാല് പറക്കാൻ എന്നാണ്. അപ്പൊ ഇതിന്റെ ജോഡി ഏതാണെന്ന് മൂന്നാമത്തെ കോളത്തിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഉടനെ കേലിയെ പങ്ക് ഓർ ആസമാൻ ചാഹിയെ അല്ലെ? പറക്കാൻ വേണ്ടിയിട്ട് ചിറകും ആകാശവും വേണം. ഇനി അവസാനത്തെ വായിച്ചു നോക്കാം. ജീനെ. ജീനെ എന്ന് പറഞ്ഞാല് ജീവിക്കാൻ. ജീനെ കേലിയെ ജമീൻ ചാഹിയെ. ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നിലം വേണം അല്ലെ? ഭൂമി വേണം. അപ്പൊ നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ ഓരോന്നും ജോഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മിലേ സബ്കോ എന്നുള്ള കവിതയിൽ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ആ കവിതയിൽ ഓരോ വരി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരമൊക്കെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ വാക്കിന്റെയും അർത്ഥം നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. അത് ഈ പരീക്ഷയ്ക്കായാലും ഇനിയുള്ള ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് താഴേക്ക് സെന്റൻസ് ആക്കി എടുത്തെഴുതാം. ഇവിടെ ഏത് കളറിലാണോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ കളറിൽ തന്നെയാണ് സെന്റൻസ് എടുത്തെഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ജോഡി എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ താഴേക്ക് എടുത്തെഴുതാം. അപ്പൊ ഇങ്ങനെയാണ് ഉത്തരം എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളും എൻ്റെ കൂടെ വായിക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ എങ്ങനെയാണ് തെറ്റാതെ വായിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ ഒരുപാട് അക്ഷരങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തേത് വായിക്കാം. ഉഗ്നെ കെ ലിയെ മിട്ടി ഓർ ബൂന്ദ് ചാഹിയെ. മുളയ്ക്കാൻ വേണ്ടി മണ്ണും തുള്ളിയും വേണം എന്നുള്ളതാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഇനി രണ്ടാമത്തെ വായിക്കാം. ഖിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ. വിരിയാൻ വേണ്ടി കാറ്റും വെയിലും ഒക്കെ വേണം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു മുട്ട ആയാല് അത് വിരിയാൻ വേണ്ടിയിട്ട് കാറ്റും സൂര്യന്റെ പ്രകാശമൊക്കെ വേണ്ടതാണെന്ന്. പിന്നെ മൂന്നാമത്തെ വായിച്ചു നോക്കാം. പക്നെ കെ ലിയെ തോടീസി ആഗ് ചാഹിയെ. പാകമാവാൻ വേണ്ടി കുറച്ച് തീ വേണം. ഇനി അടുത്തത് വായിച്ചു നോക്കാം. ഉടനെ കെ ലിയെ പങ്ക് ഓർ ആസമാൻ ചാഹിയെ. പറക്കാൻ വേണ്ടി ചിറകും ആകാശവും വേണം.
അപ്പൊ ഇനി അവസാനത്തെ വായിച്ചു നോക്കാം. അത് ഓറഞ്ച് കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ജീനെ കെ ലിയെ ജമീൻ ചാഹിയെ, ജീവിക്കാൻ വേണ്ടി നിലം വേണം, ഭൂമി വേണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മിലേ സബ്കോ എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഓരോ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതേപോലെ ചാപ്റ്റേഴ്സിന്റെ മലയാളം എക്സ്പ്ലനേഷൻസ് ചിത്രങ്ങളൊക്കെ വെച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണ്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം എന്തൊക്കെ ആയാലും എന്നെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.